നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ നമ്മളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിൽ വളരെ നേരത്തെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായകസംഘം ഒരു കോറസ് പാടും. കോറസ് പാടിയതിന് ശേഷം പ്രാർത്ഥിച്ച് അവിടെ പോയി ആ ഗേറ്റും മതിലും പ്രതിഷ്ഠിച്ചതിന് ശേഷം പാട്ട് പാടി നമ്മൾ തുടർന്ന് ആരാധനക്കാട് ആലയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. വളരെ അല്പം ദീർഘമായ ഒരു ആരാധന ആകുന്നുവല്ലോ. അതുകൊണ്ട് ആ പ്രകാരമുള്ള ഒരു മാനസികമായ ഒരുക്കവും തയ്യാറെടുപ്പും എല്ലാം ഉണ്ടായിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ ഞങ്ങളെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയുന്നവനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങേക്ക് യോഗ്യമായ ആത്മീയ ഗൃഹമാകേണ്ടതിന് അവിടുന്ന് ഈ ദേശത്ത് അവിടുന്ന് പണിതിരിക്കുന്ന അവിടുത്തെ വിശ്വാസ സമൂഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരു മഹായിടവകയുടെ ചെറുകില് കർത്താവ് വിവിധയിടങ്ങളിൽ പരിപാലിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കട്ടപ്പന സഭാ ജില്ലയ്ക്കായും അയ്യപ്പൊങ്കോൽ ഇടവകയ്ക്കായും ദൈവമായ കർത്താവെ കൊഴുമലയിലെ ഈ മണ്ണിനായും ഇവിടെ പാർക്കും ജനത്തിനായും നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ സ്മരണ സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കടന്നു വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വാക്ക് പറഞ്ഞ കർത്താവ് കഴിഞ്ഞ 40 വർഷക്കാലമായി അങ്ങേ ആരാധിപ്പാനും അങ്ങേ സ്തുതിക്കുവാനും അവിടുത്തെ മാറ്റമില്ലാത്ത വചനം വായിച്ച് ധ്യാനിപ്പാനും സർവോപരി കർത്താവിന്റെ സന്നിധാനത്തിൽ ഞങ്ങളുടെ സകല കുറവുകൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ഞങ്ങളുടെ ശരീരത്തിന്റെ രക്തത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഈ സഭയെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവെ, ഇന്ന് 40ാമത് പ്രതിഷ്ഠാദിന ശുശ്രൂഷയ്ക്കായി അവിടുന്ന് ഞങ്ങളോട് മധ്യത്തിലായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. പിന്നെ തിരുമേനിയെയും കർത്താവിന്റെ ഇടപെട്ടക്കാരനെയും ജില്ലാ ചെയർമാനച്ചന്മാരെയും കർത്താവ് മറ്റ് വൈദികരെയും സഭാശുശ്രൂഷകളെല്ലാം വിനയത്തോടെ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് പ്രതിഷ്ഠാ ശുശ്രൂഷകളെയും തുടർന്നുള്ള എല്ലാ ആരാധനകളും സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമായി തീരുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഗേറ്റ് നമ്മൾ പ്രദർശിക്കുകയാണ്. ഗായകസംഘക്കാർ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. നമ്മൾ പ്രൊസഷൻ പോകുമ്പോൾ നമുക്ക് ഇത് ആരാ സ്പോൺസർ അവരവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടെ കൂട്ടാം. അവരാരും വന്നിട്ടുണ്ടോ? അച്ഛൻ ശുശ്രൂഷകരും കൂടെ ഇങ്ങോട്ട് നിൽക്കാമോ? ഗായകസംഘം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും നിന്നിൽ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കത്തിൻ്റെ മഹാകരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും നിന്റെ മഹാ അൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും ഇടപെടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ.
ക്രൈസ്റ്റ് നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിലെ ഉപയോഗത്തിനായി ഈ ഗേറ്റും അതുപോലെ തന്നെ മതിലും നാം പ്രത്യേകം വേർതിരിച്ച് ദൈവമൗത്വത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ആമേൻ. നിനക്ക് പ്രസാദമുള്ള ആത്മീയാങ്ങളെ അർപ്പിക്കുവാൻ നിന്റെ പുത്രൻ മൂലം ഞങ്ങളൊരു ആത്മീയ പുരോഹിത വർഗമായി നിയമിച്ചിരിക്കുന്ന ദൈവമേ, നിന്റെ ആലയത്തിലെ ഉപയോഗത്തിനായി പ്രത്യേകമായി ഇതിന് ചുറ്റുമതിലും വളരെ മനോഹരമായൊരു ഗേറ്റും ദാനമായി നൽകിയ അവിടുത്തെ ദാസന്മാർക്ക് ഞങ്ങൾ പ്രത്യേകമായി സ്തുതിക്കുന്നു. വാഴ്ത്തോട്ടം കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയും അങ്ങനെ സ്തുതിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അവരുടെ ഈ സമർപ്പണം അങ്ങോട്ട് നിന്ന് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ ദാനങ്ങളെ മാത്രമല്ല, ഞങ്ങളെ തന്നെ നിന്റെ പീഠത്തിന്മേൽ അർപ്പിക്കുന്നതിനാൽ നിന്നെ എല്ലായ്പ്പോഴും തീക്ഷ്ണത ആരാധിക്കുവാൻ കൃപ അരുളണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അടുത്ത പാട്ട് പാടി നമ്മൾ പ്രതിഷ്ഠാ ശുശ്രൂഷയിലേക്ക് ആലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമേ ജനങ്ങൾക്ക് കയറിയിരിക്കാം, അതിനുശേഷം നമ്മൾ സാധാരണ പോലെ ഗായക സംഘത്തോടൊപ്പം ഞങ്ങൾ പോകുന്നതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ദേവാലയ അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ടൈലുകളെ ഞാൻ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. കർത്താവേ, പരിശുദ്ധ പിതാവേ, ദേവാലയ പരിസരങ്ങളും മനോഹരമായി സൂക്ഷിപ്പാൻ തക്കവണ്ണ സഭാമക്കളെടുത്ത തീരുമാനത്തിനായി നന്ദിയുടെ സ്തോത്രം. സഭയുടെ പണം ഉപയോഗിച്ച് നിന്റെ മക്കൾ ദാനമായി നൽകിയ ഫണ്ട് ഉപയോഗിച്ച് ദാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ അങ്ങനെ മക്കളെ സഹായിച്ചല്ലോ. കർത്താവെ, തങ്ങളെ തന്നെ തുല്യമായി സ്വീകരിക്കുകയും ഇത് അങ്ങയുടെ നാമമഹത്വത്തിനും സഭയുടെ ദേവാലയത്തിന് മനോഹരതയ്ക്കും കാരണമായി തീരുവാനും കൃപ ചെയ്യണമേ. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ആമേൻ.